ഹായ് കൂട്ടുകാരെ, ഹാപ്പി ടൈംസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കർക്കിടക മാസമൊക്കെ അല്ലേ, ഔഷധക്കഞ്ഞിക്കൊപ്പം അതുപോലെ തന്നെ പ്രാധാന്യമുള്ള ഒന്നാണ് പത്തിലത്തോരൻ. അപ്പോൾ പത്തില നമുക്ക് കിട്ടിയില്ലെങ്കിൽ പോലും നമ്മുടെ വീടിന് ചുറ്റുമുള്ള നമുക്ക് കിട്ടുന്നതായ ഇലകളൊക്കെ കഴിക്കാൻ പറ്റുന്ന ഇലകളൊക്കെ നമുക്ക് തോരൻ വെച്ചും കറി വെച്ചും ഒക്കെ കഴിക്കാം. കർക്കിടക മാസത്തിൽ ഇലകൾ എത്രത്തോളം കഴിക്കാമോ അതൊക്കെ നമ്മുടെ ശരീരത്തിന് ഒരുപാട് ഗുണങ്ങൾ ചെയ്യുന്നതാണ്. അപ്പോൾ അതിനെക്കുറിച്ചുള്ളൊരു വീഡിയോ ഞാൻ ഇതിന് മുന്നേ ഇട്ടിരുന്നു. അപ്പോൾ പഴമക്കാർ പറയുന്നത് ആ സമയത്ത് നമ്മൾ കഴിക്കേണ്ടതായ ഇലകൾ എന്ന് പറയുന്നത് ചുവന്ന ചീര, പച്ചച്ചീര, സാമ്പാർ ചീര, തഴുതാമയില, പയറില, തകരയില, ചേമ്പില, കോവലിൻ്റെ ഇല, അങ്ങനെ പോകുന്നു. പക്ഷേങ്കിൽ ഇതൊക്കെ ഇന്ന് എല്ലാ സ്ഥലത്തും ലഭ്യമാകണമെന്നില്ല. അപ്പോൾ നമ്മുടെ പറമ്പിൽ നമുക്ക് കിട്ടാവുന്ന ചീര തന്നെ ഉണ്ടല്ലോ, ഒരുപാട് ടൈപ്പിൽ ഇപ്പോൾ പലതരം ചീരകളുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് ഈ ഒരു സമയത്ത് നമുക്ക് കഴിക്കാനായിട്ട് എടുക്കാം. അപ്പോൾ ഞാനിന്നിവിടെ എടുത്തിരിക്കുന്നത് ഷുഗർ ചേമ്പാണ്. ഷുഗർ ചേമ്പ് പറിക്കാനായിട്ട് പോയപ്പോൾ നമ്മുടെ വഴുതന അവിടെ നിറച്ച് കായായിട്ട് നിൽക്കുന്നു. വഴുതനങ്ങ നന്നായിട്ടുണ്ട് കേട്ടോ. ഇതിന് നല്ല നീളമുള്ള വഴുതനങ്ങയാണ്, നീല കളറിൽ പർപ്പിൾ കളറിൽ കാണുന്ന വഴുതനങ്ങ. അപ്പോൾ വഴുതനങ്ങ കണ്ടപ്പോൾ ജസ്റ്റ് അത് വീഡിയോയിലൊന്ന് കാണിച്ചതേ ഉള്ളൂ. അപ്പോൾ ഞാനിന്ന് ഇലത്തോരനായിട്ട് എടുത്തിരിക്കുന്നത് ഷുഗർ ചേമ്പിൻ്റെ ഇലയാണ്. വിത്തില്ല എന്ന് തന്നെയാണ് ഇതിൻ്റെ ഒരു പ്രധാന കാര്യം. കാരണം ഈ ഒരു ചേമ്പിന്, എല്ലാ ചേമ്പിനും വിത്തുകളുണ്ടല്ലോ, ഈ ചേമ്പിന് വിത്തില്ല. അതുകൊണ്ട് തന്നെ നമ്മളതിൻ്റെ ഇലയും തണ്ടുമാണ് കറി വയ്ക്കാനായിട്ട് എടുക്കുന്നത്. നമ്മൾ ഷുഗർ ചേമ്പിലേക്ക് പോകുന്നതിന് മുന്നേ ഒരു കാര്യം പറയട്ടെ. നമ്മൾ ഇലകൾ ധാരാളം ഉപയോഗിക്കേണ്ട ഒരു മാസമാണ് കർക്കിടക മാസമെങ്കിലും നമ്മൾ മിക്ക വീടുകളിലും കിട്ടുന്ന ഒന്നാണ് മുരിങ്ങയില. ഇത് മാത്രം നമ്മൾ കർക്കിടക മാസത്തിൽ അങ്ങനെ ഉപയോഗിക്കാറില്ല. കാരണം എന്താണെന്ന് ഇതുവരെ ശാസ്ത്രീയപരമായ തെളിവുകളൊന്നുമില്ല എങ്കിലും ഈ സമയത്ത് ഈ ഒരു മുരിങ്ങയിലയിൽ വിഷാംശമുണ്ടെന്നാണ് കൂടുതൽ പേരും പറയുന്നത്. നമുക്കപ്പം അതാണ് പറയുന്നത്, ഇതിന് ശാസ്ത്രീയപരമായിട്ട് തെളിവുകളൊന്നുമില്ല എങ്കിലും മുരിങ്ങയില ഈ സമയത്ത് നമ്മൾ ഉപയോഗിക്കത്തില്ല, അങ്ങനെ ഉപയോഗിക്കാൻ പറ്റില്ല. മുരിങ്ങയിൽ ധാരാളം സെല്ലുലോസ് ഉണ്ട്, അത് ദഹിക്കാൻ പ്രയാസമാണ്. ഇപ്പോൾ മഴയുള്ള സമയത്തൊക്കെയാണ്, മഴക്കാലത്തൊക്കെ ദഹനമൊക്കെ ഏറ്റവും എളുപ്പമാക്കുന്ന കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ കഴിക്കാറുള്ളത്. അതുകൊണ്ടായിരിക്കാം മുരിങ്ങയില ഉപയോഗിക്കരുതെന്ന് പറയുന്നത്. ചീരച്ചേമ്പ്, പ്രോട്ടീൻ ചേമ്പ്, വിത്തില്ല ചേമ്പ്, ഷുഗർ ചേമ്പ് എന്നൊക്കെ ഒരുപാട് വിളിപ്പേരുള്ള ഒരു ചേമ്പിനെയാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത്. പല സ്ഥലത്തും ഇതിന് പല പേരുകളായിരിക്കാം. നമ്മളിവിടെ പറയുന്നത് ഷുഗർ ചേമ്പെന്ന് തന്നെയാണ്. ഇതിന് ഞാൻ പറഞ്ഞല്ലോ, വിത്തില്ല എന്ന് തന്നെയാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട സവിശേഷത. ഒരുപാട് ഗുണങ്ങളുള്ള ഒരു സസ്യമാണ് ഇത് കേട്ടോ. ഇതിൻ്റെ ഇലയാണ് പ്രധാനമായും നമ്മൾ എടുക്കുന്നത്. പക്ഷേങ്കിൽ ഇലയും തണ്ടും എടുക്കാം ഇതിന്. ഇത് ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിന് ഒരുപാട് ഗുണകരമാണ്. അതുപോലെ തന്നെ BP നിയന്ത്രിക്കുന്നു, പ്രമേഹത്തെ നിയന്ത്രിക്കുന്നു, ഹൃദയാരോഗ്യത്തെ സംരക്ഷിക്കുന്നു, കൊളസ്ട്രോൾ കുറയ്ക്കുന്നു. അതുപോലെ തന്നെ ആൻറ്റി ഓക്സിഡൻറ്റുകൾ സമൃദ്ധമായതിനാൽ ശരീരത്തിൻ്റെ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാനും ഒക്കെ നമ്മുടെ ഷുഗർ ചേമ്പ് നല്ലതാണ്. ഇലക്കറികൾ കഴിച്ചാൽ ഒരുപാട് ഗുണങ്ങളുണ്ട്. നല്ല ആരോഗ്യത്തിന് ഭക്ഷണത്തിൽ ഇലക്കറികൾ ഉൾപ്പെടുത്തണം. അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാ കൂട്ടുകാരും ഇലക്കറികൾ നമ്മുടെ ഭക്ഷണ ക്രമീകരണത്തിൽ ആഴ്ചയിൽ ഒരിക്കൽ നമുക്ക് ഏതെങ്കിലും നമുക്ക് ഇഷ്ടമുള്ള ഒരു ഇല, അത് ഏത് രീതിയിൽ നമുക്ക് കഴിക്കാൻ ഇഷ്ടപ്പെടുന്നു ആ രീതിയിൽ നമുക്ക് പാകം ചെയ്ത് കഴിക്കാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടോ ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ചെയ്യുക. ആദ്യമായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് കൂട്ടാക്കി നമ്മളെ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ.